guys, this is Anika here, and today we are gonna continue with part three of microbial nutrition. So yes, without further delay, let's get started. I will be sharing my screen and hoping that you guys can see it also. I guess you guys can see it because मुझे तो दिख रही है. So yes, we've left over here. Now we would be requirements for nitrogen, phosphorus, and sulfur. What are the requirements for phosphorus, sulfur, nitrogen, phosphorus, and sulfur. To grow microorganisms must be able to incorporate large quantities of nitrogen, phosphorus, and sulfur. Although these elements may be acquired from the same nutrient that supplies carbon, microorganisms usually employs inorganic sources as well. Nitrogen is used for the synthesis of amino acids, purines, pyrimidines, and some carbohydrates, lipids, enzyme cofactors, and other substances. Many microorganisms can use nitrogen in amino acids. Others may incorporate ammonia directly through the actions of enzymes such as glutamate dehydrogenase or glutamine synthesis and glutamate synthesis. Yes, most of the phototropes and many chemotropic microorganisms reduce nitrate ammonia and incorporate ammonia in the process is not nitrate reduction. What is it called as assimilatory nitrate reduction? A variety of bacteria, example cyanobacteria and symbiotic bacteria, rhizobium, can assimilate atmospheric nitrogen by reducing it to ammonium NH4 plus. This is called as nitrogen fixation. So basically ഇതിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ we'll tell. റൈറ്റ് യെസ് എന്താണ് നമ്മുടെ ഒരു മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ വേണ്ടി അതിനകത്ത് ഇഷ്ടംപോലെ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് നൈട്രജനെയും ഫോസ്ഫറസിനെയും സൾഫറിന്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. വൈ? ബിക്കോസ് ദീസ് ആർ മാക്രോ മോളിക്യൂൾസ്. ഇഫ് യു റിമെമ്പർ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മാക്രോ എലമെന്റ്സിൽ 10 എലമെന്റ്സിൽ ആൾക്കാരാണ് ഈ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് നമുക്ക് ലാർജ് എമൗണ്ട്സ് വേണം. മെജോറിറ്റി ഓഫ് ദ സമയം എന്താണ് നമുക്ക് കാർബൺ സോഴ്സസ് തന്നെ നൈട്രജനെ ഒക്കെ കിട്ടും. റൈറ്റ്? നൈട്രജനും ഫോസ്ഫറസിനും സൾഫറിനെയൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ പോലും മൈക്രോ ഓർഗാനിസംസ് റിസ്ക് എടുക്കാനായിട്ട് നിൽക്കാറില്ല. അവർ സ്പെസിഫിക് ആയിട്ട് ഇനോർഗാനിക് സോഴ്സുകളെ എംപ്ലോയ് ചെയ്യാറുണ്ട് ഈ ഓരോന്നിനെ ആ ഒരു സെല്ലിനകത്ത് കൊണ്ടുവരാനായിട്ട്. റൈറ്റ്? ഫോർ എക്സാമ്പിൾ ഇപ്പം പറയാന്നെങ്കിൽ നൈട്രജന്റെ കാര്യം പറയാന്നെങ്കിൽ അത് എന്തിനൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അമീനോ ആസിഡ്സ് ഉണ്ടാക്കാൻ വേണം, പ്യൂരിൻസിന് വേണം, പിരിമിഡീൻസിന് വേണം, പിന്നെ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിനും അല്ല ചില കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, എൻസൈം കോഫാക്ടേഴ്സ്, പിന്നെ വേറെ സബ്സ്റ്റൻസസ് ഉണ്ടാക്കാനായിട്ട് അതിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് നമുക്ക് നൈട്രജനെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെനി ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നത്, അവര് ഡയറക്ട്ലി നൈട്രജനെ തന്നെ യൂസ് ചെയ്യും. റൈറ്റ്? നൈട്രജനെ യൂസ് ചെയ്യും. അമീനോ ആസിഡ്സിന്റെ ഒക്കെ സിന്തസിസിന് വേണ്ടിയിട്ട് അവര് നൈട്രജനെ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരുണ്ട് അമോണിയത്തിനെ ഡയറക്ട്ലി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ബൈ ദ ആക്ഷൻ ഓഫ് ചില എൻസൈംസിന്റെ ആക്ഷൻസ് ആണ് അവർ ഡയറക്ട്ലി അമോണിയത്തിനെ ഇൻകോപ്പറേറ്റ് ചെയ്യും. ചില എൻസൈംസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഒന്നെങ്കിൽ ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രജനേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലൂട്ടമൈൻ സിന്തസിസും ഗ്ലൂട്ടമേറ്റ് സിന്തസിസും. ഒന്നെങ്കിൽ ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രജനേസ് അല്ലെങ്കിൽ ഗ്ലൂട്ടമൈൻ സിന്തസിസും ഗ്ലൂട്ടമേറ്റ് സിന്തസിസും ഒക്കെ കാരണം ഡയറക്ട്ലി അമോണിയ ആ ഒരു ഓർഗാനിസം ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ നമുക്ക് കാണാനായിട്ട് പറ്റും. മെജോറിറ്റി ഓഫ് ദ ഫോട്ടോട്രോപ്സ് അല്ലെങ്കിൽ കീമോട്രോപ്സിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെന്തോ ചെയ്യുന്നത്, അവര് റിഡ്യൂസ് ചെയ്യും നൈട്രേറ്റിനെ അവർ അമോണിയയിലോട്ട് റിഡ്യൂസ് ചെയ്തിട്ട് അതിനെയാണ് അവർ അമോണിയത്തിന് ആ അമോണിയ അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു പ്രോസസ്സാണ് പൊതുവെയുള്ള കീമോട്രോപ്സ്, ഫോട്ടോട്രോപ്സും ഒക്കെ ചെയ്യുന്നത്. അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോം ഏതായിരിക്കും? അമോണിയ ആയിരിക്കും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അസിമിലേറ്ററി നൈട്രേറ്റ് റിഡക്ഷൻ.
എന്താണ് അസിമിലേറ്റഡ് നൈട്രേറ്റ് റിഡക്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. റൈറ്റ്. ആ വെറൈറ്റി ഓഫ് ബാക്ടീരിയ, ഒരു വെറൈറ്റി ഓഫ് ബാക്ടീരിയസ് നമ്മൾ കാണാനായിട്ട് വരും. മെനി സൈനോബാക്ടീരിയ ആൻഡ് സിംബയോട്ടിക് ബാക്ടീരിയസ് ക്യാൻ അസിമിലേറ്റ്. അവർക്ക് മെനി സൈനോബാക്ടീരിയ പോലത്തെ ബാക്കിയുള്ള റൈസോബിയ ഒക്കെ പോലത്തുള്ള ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൈട്രോജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ അമോണിയ ആയിട്ട് റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ അമോണിയ ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് ആസ് എന്ത്? നൈട്രോജൻ ഫിക്സേഷൻ. അതിന് പറയുന്ന പേരാണ് എന്ത്? നൈട്രോജൻ ഫിക്സേഷൻ എന്ന്. ഫോസ്ഫറസ് ഇസ് പ്രസന്റ് ഇൻ, ഇനിയിപ്പോ ഫോസ്ഫറസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോസ്ഫറസ് എവിടൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂക്ലിക് ആസിഡ്, ഫോസ്ഫോലിപ്പിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ് ലൈക്ക് ATP, സെവൽ കോഫാക്ടേഴ്സ്, സം പ്രോട്ടീൻസ് ആൻഡ് അതർ സെൽ കമ്പോണൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഈ ഫോസ്ഫറസ് എന്നൊക്കെ പറയുന്ന സാധനം. റൈറ്റ്. എവിടൊക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്? അടുത്തതിനെ പറ്റി പറയുവാണ്. നമ്മൾ നൈട്രോജനെ പറ്റി പറഞ്ഞു. Now we have phosphorus and then we have sulfur. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റിലോട്ട് പോകും. That short it is. You understand? Yes. നമുക്ക് ഇനി ഫോസ്ഫറസ്, സൾഫർ ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റ് പാർട്ട്. ഫോസ്ഫറസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എവിടെയൊക്കെ കാണാനായിട്ട് പറ്റും? ന്യൂക്ലിക് ആസിഡുകളിൽ ഫോസ്ഫോലിപ്പിഡ്സ്, ആ പേരിൽ തന്നെ ഉണ്ട് ഫോസ്ഫറസ്. ടൈഡ്സിൽ ലൈക്ക് ADP കമ്പോണൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എവിടെയൊക്കെ കാണാൻ പറ്റുന്ന? ന്യൂക്ലിക് ആസിഡിൽ കാണാം, ലിപ്പിഡ്സിൽ കാണാൻ പറ്റും, ന്യൂക്ലിയോടൈഡ്സ് ലൈക്ക് ATPയിൽ കാണാനായിട്ട് പറ്റും നമുക്ക്. പിന്നെ എന്താണ്? പ്രോട്ടീൻസിൽ, ചില പ്രോട്ടീൻസിലും ചില സെൽ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ മൈക്രോ ഓർഗാനിസംസ് യൂസ് phosphate as a phosphate source and incorporated directly. നമ്മൾ ഫോസ്ഫേറ്റ് മെജോറിറ്റി ആൾക്കാർക്ക് വേണമല്ലോ, അതൊരു മാക്രോ എലമെന്റ് ആണല്ലോ. അതെങ്ങനെയാണ് അവർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും എങ്ങനെ അതിനെ ഒബ്റ്റെയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആയിരിക്കും അവരുടെ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവർ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിനെ ഡയറക്റ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ അവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഫോസ്ഫേറ്റ് ലെവൽസ് ആക്ച്വലി അങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലോ ഫോസ്ഫേറ്റ് ലെവൽ കുറയുകയാണെങ്കിൽ അത് ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. ഓഫ് കോഴ്സ് അത് എഫക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞത് മൈക്രോ ഓർഗാനിസംസ് പൊതുവെ മൈക്രോ ഓർഗാനിസം അല്ല, മൈക്രോ ന്യൂട്രിയൻസ് പൊതുവെ എന്ത് ചെയ്യാറില്ല, ലിമിറ്റ് ചെയ്യാറില്ല ഗ്രോത്തിനെ എന്നാ. പക്ഷെ ഫോസ്ഫറസ് എന്താണ്? ഒരു മാക്രോ ആണ്, മാക്രോ ന്യൂട്രിയന്റ് ആണ്. അത് ലാർജ് ക്വാണ്ടിറ്റി വേണം. അതിന് ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അഫ്കോഴ്സ് ഗ്രോത്തിൽ ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട്, ലിമിറ്റ് ചെയ്യും ഗ്രോത്തിനെ. മെനി അക്വാറ്റിക് എൻവയോൺമെന്റ്, മെനി എസ്പെഷ്യലി അക്വാറ്റിക് എൻവയോൺമെന്റിലൊക്കെ നോക്കുമ്പോൾ ഫോസ്ഫേറ്റ് കുറഞ്ഞു പോയി എന്നുള്ള കാര്യത്തെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. റൈറ്റ്. സം മൈക്രോബ്സ് സച്ച് ആസ് എഷെറിക്കൽ കൊലൈ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഈക്വലൈ, റൈറ്റ്, ക്യാൻ യൂസ് ബോത്ത്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും എന്ത് ചെയ്യുന്നത്? ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ചില ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ലൈക്ക് ഈക്വലൈ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഓർഗാനിക്കിനെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിനെ അവര് എന്താണ് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവർക്ക് ഒന്നാമത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്, ഇനിയിപ്പോ ഇൻഓർഗാനിക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നതിനെ എടുക്കുക, അത്രയേ ഉള്ളൂ എന്നുള്ള പോളിസിയാണ് ആർക്ക്? ഈക്വലൈക്കുള്ളത്. യെസ്. സം ഓർഗാനോ ഫോസ്ഫേറ്റ്സ്, ചില ഓർഗാനോ ഫോസ്ഫേറ്റ് ലൈക്ക് ഹെക്സോ 6 ഫോസ്ഫേറ്റ്, ചില ഓർഗാനോ ഫോസ്ഫേറ്റ്സ് ഉണ്ട് ലൈക്ക് അതിന്റെ എക്സാമ്പിൾ ഹെക്സോ 6 ഫോസ്ഫേറ്റ് ക്യാൻ ബി ടേക്കൺ അപ്പ് ഡയറക്ട്ലി ബൈ ദ സെൽ. ചില ഓർഗാനോ ഫോസ്ഫേറ്റുകളുണ്ട്, നമ്മൾ പറഞ്ഞ ഓർഗാനോ ആകെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആണ്. ഇപ്പൊ ഓർഗാനോ ഫോസ്ഫേറ്റ്സ് ഉണ്ട് ലൈക്ക് ഹെക്സോ 6 ഫോസ്ഫേറ്റ്, അതിനെയൊക്കെ ഡയറക്ട്ലി സെല്ലിന് അപ്ടേക്ക് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. വേറെ കുറെ ഓർഗാനോ ഫോസ്ഫേറ്റ്സ് ഉണ്ട് ലൈക്ക് ഹൈഡ്രോലൈസ്ഡ്, വേറെ കുറെ ഓർഗാനോ ഫോസ്ഫേറ്റുകളെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യും. റൈറ്റ്. നമ്മൾ അതിനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഹൈഡ്രോലൈസ് ചെയ്യും ഇൻ ദ പെരിപ്ലാസം. പെരിപ്ലാസത്തിൽ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യും ബൈ ദ എൻസൈം ആൽക്കലൈൻ ഫോസ്ഫേറ്റ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റിന്റെ പ്രസൻസിൽ പെരിപ്ലാസത്തിൽ വെച്ചിട്ട് നമ്മൾ അതിനെ ഹൈഡ്രോലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുക അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. മനസ്സിലായി? ചില ഓർഗാനോ ഫോസ്ഫേറ്റുകളുണ്ട്, ഓർഗാനോ ഫോസ്ഫേറ്റിലേക്ക് ഹെക്സോ 6 ഫോസ്ഫേറ്റ്, അതിനെ ഡയറക്ട്ലി സെൽ അപ്ടേക്ക് ചെയ്യും. വേറെ കുറെ ഓർഗാനോ ഫോസ്ഫേറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യും. എന്തിന്റെ പ്രസൻസിലാണ് നമ്മൾ ഓ മൈ ഗോഡ്, അതിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യും. എന്തിന്റെ പ്രസൻസിലാണ്?
ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്ത് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, റൈറ്റ്, വിച്ച് ദെൻ ഇസ് ട്രാൻസ്പോർട്ടഡ് അക്രോസ്. അങ്ങനെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആയ എന്താണ് പെരിപ്ലാസത്തിൽ വെച്ച് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ആൾക്കാർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്, റൈറ്റ്. യെസ്. നെക്സ്റ്റ് സൾഫർ. സൾഫറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് നീഡഡ് ഫോർ ദ സിന്തസിസ് ഓഫ് സൾഫർ. എന്തിന്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടി വേണമെന്ന് ചോദിച്ചാൽ അമീനോ ആസിഡ്സിന്റെ സിസ്റ്റീൻ, മെഥിയോനിൻ ആൻഡ് സം കാർബോഹൈഡ്രേറ്റ്സ്, ബയോട്ടിൻ ആൻഡ് തൈമിൻ, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിന്തസിസിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ വേണം, സൾഫറിനെ വേണം. അമീനോ ആസിഡ്സ് ആയിക്കോട്ടെ, യെസ്, അമീനോ ആസിഡ്സ് ആയിക്കോട്ടെ, സിസ്റ്റീൻ ആയിക്കോട്ടെ, മെഥിയോനിൻ ആയിക്കോട്ടെ, ചില കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ, ബയോട്ടിൻസ് ആയിക്കോട്ടെ, തൈമിൻസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ സിന്തസിസിന് വേണ്ടി ആര് വേണം, നമുക്ക് സൾഫർ വേണം. മോസ്റ്റ് മൈക്രോ ഓർഗാനിസംസ്, മെജോറിറ്റി ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ്, നമ്മൾ ഫോസ്ഫേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മെജോറിറ്റി ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് എന്താ ചെയ്യുന്നത്, അവർ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ എടുക്കും. നൈട്രോജന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, അവർ അമീനോ ആസിഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ നൈട്രോജനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചിലവരുണ്ട് ഡയറക്റ്റ് അമോണിയ അപ്ടേക്ക് ചെയ്യുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെനി എൻസൈംസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏതാണ്, ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രജനേസ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമൈൻ സിന്തസിസും ഗ്ലൂട്ടമേറ്റ്. കുറെ ആൾക്കാരുണ്ട്, മോസ്റ്റ് ഓഫ് ദ ഫോട്ടോട്രോപ്സ് കീമോട്രോപ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, അവർ നൈട്രേറ്റിനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ആ അമോണിയ ആയിരിക്കും അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പറയുന്ന പേരാണ് അസിമിലേറ്ററി നൈട്രേറ്റ് റിഡക്ഷൻ എന്നൊക്കെ നമ്മൾ സൈനോബാക്ടീരിയയുടെ ഒക്കെ പോലെയാണെങ്കിൽ അവർ ഡയറക്ട്ലി അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ എന്ത് ചെയ്യും, അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നൈട്രോജൻ ഫിക്സേഷൻ എന്ന പേരിൽ അവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ സൾഫറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, മോസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് സൾഫേറ്റിനെയാണ്, സൾഫറിന്റെ കാര്യത്തിൽ സൾഫേറ്റിനെയാണ് സോഴ്സ് ഓഫ് സൾഫർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റിഡ്യൂസ്ഡ്, എന്നിട്ട് ആ സൾഫേറ്റിനെ റിഡ്യൂസ് ചെയ്യും. ആൻഡ് reduced by assimilatory sulfate reduction. In the process വെച്ചിട്ടാണ് സൾഫേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത്. മറ്റേത് അസിമിലേറ്ററി നൈട്രേറ്റ് റിഡക്ഷൻ ആയിരുന്നു. ഇവിടെ സൾഫേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത്, അവിടെ നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ സൾഫേറ്റിനെ റെഡ്യൂസ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും, അസിമിലേറ്ററി സൾഫേറ്റ് റിഡക്ഷൻ വെച്ചിട്ട് സൾഫറിനെ റെഡ്യൂസ് ചെയ്യുക. A few microorganisms require a reduced form of sulfur such as cysteine. ചില മൈക്രോ ഓർഗാനിസത്തിന് എന്ത് വേണം, അവർക്ക് സൾഫേറ്റ് ഒന്നും പറ്റത്തില്ല, അവർക്ക് റിഡ്യൂസ്ഡ് ഫോം ആയിട്ടുള്ള സൾഫർ തന്നെ വേണം. ലൈക്ക് സിസ്റ്റീൻ തന്നെ അവർക്ക് വേണ്ടിയതായിട്ട് വരും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരെ റിഡ്യൂസും ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. സോ യെസ്, ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് കമ്മിങ് ടു ഗ്രോത്ത് ഫാക്ടേഴ്സ്. അടുത്ത നമുക്ക് പറയാനുള്ള എന്താണ്, ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അഗൈൻ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ബിഗ്, നമ്മൾ കവർ സ്മോൾ. യെസ്, yeah. Even in the all, it's interesting. Like passive diffusion, facilitated diffusion. These are some things that we know. Active transport. I guess പിന്നെയും നമുക്ക് ഡൗട്ട് വരിക അല്ലെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുക ABC ട്രാൻസ്പോർട്ടേഴ്സും പിന്നെ ഇതും വരുമ്പോഴാണ്. എന്താണ്, ഗ്രൂപ്പ് ട്രാൻസ്ലോക്കേഷൻ. അയൺ അപ്ടേക്ക് ഇല്ല നമുക്ക്, സോ വി വോണ്ട് ബി സ്റ്റഡിങ് ദാറ്റ്, റൈറ്റ്. And then we have ultimately, that is one of the most simplest thing and the most interesting chapter. Then it too interesting, but you would love it because I love it. Yeah, because you know, especially പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആകുമ്പം ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഇറ്റ്. എന്താണ്, പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ടോപ്പിക്, ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. അപ്പൊ അവർ ആ ഒരു ടോപ്പിക്കിന് വരുമ്പോൾ ദേ ടേക്ക് എക്സ്ട്രാ എഫേർട്സ് സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരരുത്. അല്ലെങ്കിൽ ലൈക്ക് when they have to explain it, they take extra efforts so that they can make it understandable. Appo the chance of you getting it easy is high. And the second is that when they like the topic, they'll go beyond in it. And my favorite is culture media. मुझे बहुत पसंद है. I love culture. Okay, yeah. Others also are great. Active transport, facilitated, these are something that I like. Yeah. കുറച്ചെങ്കിലും ബോറിംഗ് എന്ന് പറയുന്നത് തോന്നിക്കൊണ്ടിരുന്ന പാട്ടാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞത്. Yeah. Right. Oh my God.
Yeah. Yeah. Let's get started. Okay. Growth factors. Some microorganisms, enzymes, and biochemical pathways needed to synthesize all cell components using minerals and sources of energy, phosphorus and sulfur. Other microorganisms lack one or more enzymes needed to synthesize the indispensable constituents. Therefore, they must be obtained. They consist in the constituents or their precursor organic compounds that are essential. Organic compounds that are essential. Show you a dog. I don't think so. You guys can see. I don't think so. No. Nah, Baba, nah. It went. Yeah. Beautiful scenario. I like this environment, by the way. Yeah. Anyways, let's continue. So basically, other microorganisms lack one or more enzymes needed to manufacture indispensable compositions. Yes. Oh my god. So എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ബയോകെമിക്കൽ പാത്വേസോ എൻസൈംസോ ഒക്കെ അവർക്ക് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അവർക്ക് അതിനൊന്നും ഇല്ലാത്ത ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ ചിലവരങ്ങനെയല്ല, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരും മൈക്രോ ഓർഗാനിസം ആൾക്കാർ അയ്യോ എനിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. റൈറ്റ്, അവരപ്പോ വേറെ എടുത്തുനിന്ന് അതിനെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന ഓർഗാനിക് കമ്പൗണ്ട്സ് അതായത് എസെൻഷ്യൽ സെൽ കമ്പോണൻസ്. നമുക്ക് എല്ലാം അല്ല. ഇപ്പൊ നമ്മൾ പറയാ നമുക്ക് എനിക്ക് എന്താണ് ഓക്കെ എനിക്കിപ്പം എന്താ ഇനിയിപ്പോ മാൽഡീവ്സിലോട്ട് പോകാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ല എന്ന് ഞാൻ പറയുക. റൈറ്റ്, യെസ്. സോ ദാറ്റ് ഇസ് നോട്ട് മൈ നെസസിറ്റി. മാൽഡീവ്സിൽ പോയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് എന്റെ കൈൻഡ് ഓഫ് ഒരു എൻജോയ്മെന്റിൽ കുറച്ച് കുറവ് എന്ന് വെച്ചിട്ട് എന്റെ സർവൈവലിന് എന്തെങ്കിലും ലിമിറ്റേഷൻ വരും? ഇല്ല. സോ ദോസ് ആർ നോട്ട് എസെൻഷ്യൽ തിങ്സ്. പക്ഷെ എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ഇപ്പൊ നമ്മളപ്പം പോയി കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താലേ പറ്റൂ. ദാറ്റ് ഇസ് എൻ എസെൻഷ്യൽ തിങ് ബിക്കോസ് കുടിക്കാൻ വെള്ളം വേണമല്ലോ. റൈറ്റ്, യെസ്. എന്താണ് പരീക്ഷ ഇന്ന കളറൊന്നുമില്ല. റൈറ്റ്, ഏതെങ്കിലും വേണം പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. റൈറ്റ്, സോ ദാറ്റ് ഇസ് എൻ എസെൻഷ്യൽ തിങ്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ എസെൻഷ്യൽ തിങ്സിന് വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുക. ദ ഓർഗാനിക് കമ്പോണൻസ് ദാറ്റ് ആർ എസെൻഷ്യൽ സെൽ കമ്പോണൻസ് ഓർ പ്രീകഴ്സേഴ്സ് ഓഫ് സച്ച് കമ്പോണൻസ് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ഓർഗാൻസ്. അങ്ങനത്തെ എസെൻഷ്യൽ സാധനങ്ങൾ ഇപ്പൊ പേൻ എനിക്ക് എന്റെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ അതിന്റെ റീഫില്ലർ വാങ്ങിക്കും, അതിന്റെ പ്രീകഴ്സർ വാങ്ങിക്കും. സോ ബേസിക്കലി ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇപ്പം വിചാരിച്ചു എനിക്ക് നാളെ അസൈൻമെന്റ് ആയിട്ട് ഒരു കേക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പോകണം കോളേജിലോട്ട്. അപ്പൊ എനിക്ക് കേക്കിനെ എന്റെ ബോഡിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. വൺസ് ഐ ക്യാൻ ബൈ എ കേക്ക്, റൈറ്റ്, അതർവൈസ് ഐ ഹാവ് ടു ബൈ ദ റോ മെറ്റീരിയൽസ്. അവിടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് പ്രീകഴ്സേഴ്സ്. അപ്പൊ കേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഇസ് എസെൻഷ്യൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എനിക്കില്ലാതെ പക്ഷെ നമ്മൾ വാങ്ങിച്ചു വരുത്തുന്ന സാധനങ്ങൾ, ദാറ്റ് ഈസ് വെരി called as growth factors. So basically organic
കമ്പോണൻസ്, എസെൻഷ്യൽ ആയിട്ടുള്ള സെൽ കമ്പോണൻസ് ആയിട്ടുള്ള ഓർഗാനിക് അവരുടെ പ്രീകേഴ്സേഴ്സ് അല്ലെങ്കിൽ അതിന് മുന്നേ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ ദാറ്റ് കനോട്ട് ബി സിന്തസൈസ്, അങ്ങനെ ആയിരിക്കണം, എസെൻഷ്യലും ആയിരിക്കണം, നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യാനും പറ്റാത്ത ആൾക്കാരെയാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മേജർലി എത്ര ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണെന്നുള്ളത്? ഒന്ന് അമീനോ ആസിഡ്സ്, സെക്കൻഡ് പ്യൂരിൻസ് ആൻഡ് പിരമിഡ്സ്. ഏതൊക്കെയാണ് അമീനോ ആസിഡ്സ്, പ്യൂരിൻസ് ആൻഡ് പിരമിഡീൻസ് ആൻഡ് വിറ്റാമിൻസ്? ഇതിലെ വിറ്റാമിൻസ് ഏറ്റവും ചെറിയ എമൗണ്ട് വേണ്ട സ്മോൾ ഓർഗാനിക് മോളിക്യൂൾസ് that are usually taken up by parts of enzyme cofactors and are needed only in very small. അവര് സാധനവും ചെറുതാണ്, വളരെ കുറച്ച് എമൗണ്ടിൽ മതി എന്നുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. യെസ്, yeah. വിറ്റാമിൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ പറയുന്നത് യെസ്, അമീനോ ആസിഡ്സ് ഉണ്ട്, പ്യൂരിൻസ് ഉണ്ട്, പിരമിഡീൻസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, റൈറ്റ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അതിൽ എന്താണ് അമീനോ ആസിഡ്സ് എന്തിനു വേണ്ടി വേണം? നമുക്ക് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് അമീനോ ആസിഡ്സ് വേണം. അത് കഴിഞ്ഞിട്ട് പ്യൂരിൻസ് ആൻഡ് പിരമിഡീൻസ് എന്തിനു വേണം? ന്യൂക്ലിക് ആസിഡ് സിന്തസിസിന് വേണ്ടിയിട്ടാണ് പ്യൂരിൻസ് ആൻഡ് പിരമിഡീൻസ് വേണ്ടത്. വിറ്റാമിൻസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. അതെന്ത് ചെയ്യുന്നത്? അത് മേക്കപ്പ് ചെയ്യുന്നത് ഒരു പാർട്ട് ഓഫ് എൻസൈം കോഫാക്ടർ. എൻസൈം കോഫാക്ടറിന്റെ ഒരു ഭാഗം ഉണ്ടാക്കുന്നതായിരിക്കും പ്രോബബ്ലി ഈ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ വളരെ ചെറിയ എമൗണ്ടിലാണ് വേണ്ടിയിട്ടാണ് ആ ഗ്രോത്തിനെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് വളരെ ചെറിയ. ഇപ്പം വിറ്റാമിൻ കെ, വിറ്റാമിൻ ഒക്കെ ചെറിയ എമൗണ്ട് മതി എന്ന് വെച്ചാൽ വിറ്റാമിൻ കെ ഇല്ലാതെ നമുക്ക് പറ്റുമോ? ഇല്ല. വിറ്റാമിൻ എ ഇല്ലാതെ പറ്റില്ല. വിറ്റാമിൻ ബി ഇല്ലാതെ പറ്റുമോ? ഇല്ല. വിറ്റാമിൻ സി ഇല്ലാതെ പറ്റുമോ? നമുക്ക് ചെറിയ എമൗണ്ടിൽ മതി, ഓക്കെ ഫൈൻ. ഇതൊക്കെ വേണ്ടിയോ നമ്മുടെ ബോഡി ഒന്ന് നോർമൽ ഫംഗ്ഷനിൽ പോകാൻ? ചെറിയ എമൗണ്ടിലായാലും ഈ സാധനങ്ങളൊക്കെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് വേണം, റൈറ്റ്? Yes, the functions of selected vitamins and the examples of microorganisms requiring them are given in the next table. Some microorganisms require many ഈ വിറ്റാമിൻസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു വിറ്റാമിൻ മതിയായിരിക്കും, ചിലർക്ക് ഒരുപാട് വിറ്റാമിൻ വേണം. അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡൻസി ഇരിക്കും. ചില മൈക്രോ ഓർഗാനിസം ഇഷ്ടംപോലെ വിറ്റാമിൻസ് വേണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻട്രോകോക്കസ് ഫീക്കാലിസ് എന്ന് പറഞ്ഞ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 8 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിറ്റാമിൻ്റെ ആവശ്യമുണ്ട്. അവരുടെ ഗ്രോത്തിനെ ലക്ഷൂറിയസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടല്ല, അവരുടെ ഗ്രോത്തിനെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് തന്നെ അവർക്ക് 8 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിറ്റാമിൻസിന്റെ ആവശ്യമുണ്ട്. ആ കുഞ്ഞു കാണാൻ പോലും ഇല്ലാത്ത ആ സ്പീഷീസിന് 8 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം വേണം. അവർ ഡിമാൻഡിങ് എന്ന് വന്നിട്ട് കാര്യമില്ലല്ലോ. അവരെ വളർത്തണമെങ്കിൽ നമ്മൾ ആ 8 വിറ്റാമിൻസ് കൊടുത്താൽ മാത്രമേ അവരെ വളർത്താൻ പറ്റൂ. ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇതല്ലാതെ വിറ്റാമിൻസും പ്യൂരിൻസും പിരമിഡീൻസും അമീനോ ആസിഡ്സും അല്ലാതെ വേറെ കുറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് പലരും അഗൈൻ നമ്മൾ മാക്രോ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഡയറ്റംസിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സിലിസിക് ആസിഡ് ഒക്കെ വേണം, ചിലവർക്ക് സെലൈൻ ഹൈ കോൺസെൻട്രേഷൻ വേണം. എന്നിട്ട് ഇത് എല്ലാവർക്കും ഒന്നും വേണ്ട. മെജോറിറ്റി ഓഫ് ദ ബാക്ടീരിയസിന് എടുക്കുന്നെങ്കിൽ അവർക്ക് വേണ്ട ഹൈ കോൺസെൻട്രേഷൻ. പക്ഷെ ഈ ആർക്കെ ബാക്ടീരിയസിൽ മെജോറിറ്റി ഉള്ള ആൾക്കാർ ആൽക്കലൈൻ സിറ്റുവേഷനിലാണ് വളരുന്നത്. ആ ഒരു കേസിലാണ് അവർക്ക് ആ ഒരു സംഭവം വേണ്ട. അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർക്ക് ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് എസ്പെഷ്യലി വേണമായിരിക്കും. ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ പിള്ളേർ പരീക്ഷയ്ക്ക് പോകുന്നു, 5ാം ക്ലാസ്സിന്റെ താഴെ വരെയുള്ള പിള്ളേർക്ക് എന്ത് മതി? പെൻസിൽ മതി. അവർക്ക് പേന ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് പേനയുടെ ആവശ്യമില്ല, അവർക്ക് പേന പറ്റത്തില്ല, അതാണത്. പക്ഷെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് പെൻസിൽ വേണം പടം എന്തെങ്കിലും വരയ്ക്കാനായിട്ട്. പക്ഷെ പേനയാണ് അവരുടെ മാൻഡേറ്ററി തിങ്, റൈറ്റ്? സോ അതാണ് പല സിറ്റുവേഷൻസ് അനുസരിച്ചും പല ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലവർക്ക് ഹീം കാണും, അല്ലെ ഹീമോഗ്ലോബിൻ. ഹീം എന്ന് വെച്ചാൽ എന്താണ്? ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ സൈറ്റോക്രോമിൻ എന്നൊക്കെ കിട്ടുന്നതാണ്. ആ ഹീം വേണ്ട ഒരു മൈക്രോ ഓർഗാനിസത്തിന് പറയാന്ന് പറഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയാണ്. പിന്നെ ചില മൈക്കോപ്ലാസ്മയ്ക്ക് കൊളസ്ട്രോൾ വേണ്ടി വരും. ഇതൊക്കെ അവരുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ്. ചില മൈക്കോപ്ലാസ്മയ്ക്ക് വേണ്ട ഒരു ഗ്രോത്ത് ഫാക്ടർ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് കമ്പോണന്റോ അതിന്റെ പ്രീകേഴ്സറോ ആണ്. ആൻഡ് അവർക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനങ്ങളിൽ ഒരു കാറ്റഗറിയാണ് കൊളസ്ട്രോൾ. ആ സാധനം മൈക്കോപ്ലാസ്മയ്ക്ക് വേണം, അല്ലെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഹീം എന്തിനു വേണം? ഹീമോഫിലസ് ഇൻഫ്ലുവൻസയ്ക്ക് വേണം, അല്ലെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? യെസ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രോത്ത് ഫാക്ടർ റിക്വയർമെന്റ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഈ ഒരു ഗ്രോത്ത് റിക്വയർമെന്റ്സ് ഓരോ സ്പീഷീസിനും ഗ്രോത്ത് റിക്വയർമെന്റ്സ് മനസ്സിലാക്കേണ്ടത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. കാരണം എന്താണ് ബോത്ത് മൈക്രോബ്സ്
microbes with the known specific requirements are those and those that produce large quantities of substance. Example, vitamins are useful. നമുക്ക് ഈ ക്വാളിറ്റീസ് വേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ ഒരു എന്താണ് ഒരു രണ്ട് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം, ഒന്ന് ഒരു ലാർജ് ക്വാണ്ടിറ്റി സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് വിറ്റമിൻസിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ, നമുക്കത് വേണം, റൈറ്റ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പെസിഫിക് റിക്വയർമെന്റ്സും എല്ലാ സാധനങ്ങളും നല്ലോണം അറിയാവുന്ന ഒരു മൈക്രോ ഓർഗാനിസം. ഇവ അറിയണമെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് അറിയണം, അവരെ നമുക്ക് വളർത്താനായിട്ട് പറ്റും. യെസ്, മറ്റൊരു എന്തൊക്കെ പ്രൊഡ്യൂസ് ഫാക്ടേഴ്സ് ആണ്, റൈറ്റ്. യെസ്, അങ്ങനെ നമുക്ക് ഈ രണ്ട് സാധനങ്ങളും growth factors very important ആണ്. മൈക്രോ ഓർഗാനിസം വിത്ത് സ്പെസിഫിക് ഗ്രോത്ത് റിക്വയർമെന്റ്സ്. അപ്പം ചിലർക്ക് സ്പെസിഫിക്, ചില മൈക്രോ ഓർഗാനിസം ഉണ്ട് സ്പെസിഫിക് ഗ്രോത്ത് റിക്വയർമെന്റ്, ഇൻഫ്ലുവൻസ് ഒക്കെ ഹീമ വേണം, അത് അവരുടെ സ്പെസിഫിക് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും, ബയോ അസേ ഫോർ ഫാക്ടേഴ്സ് ദേ നീഡ് ക്യാൻ ബി ഹീമോഗ്ലോബിൻ വേണം, ഹീമ വേണം. സോ നമ്മൾ ഇവരെ ഒരു ടെസ്റ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കും. ആ ഒരു കൾച്ചർ മീഡിയയിൽ ഇട്ടിട്ട് അവർ വളരുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാവും, അത് ഹീമുണ്ട് എന്ന്. സോ ബയോ എസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഉള്ള മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടി. സോ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം ഏതൊക്കെയാണ് അവർക്ക് വേണ്ട ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് അറിയാൻ. സോ അതിനുവേണ്ടി ഗ്രോത്ത് ഫാക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടിപ്പിക്കൽ എസ്സേ ഇസ് എ ഗ്രോത്ത് റെസ്പോൺസ് എസ്സേ. അങ്ങനത്തെ ഒരു ബയോ എസ്സേയിലെ ടിപ്പിക്കൽ വൺ ഏതാണെന്ന് വെച്ചാൽ ഗ്രോത്ത് റെസ്പോൺസ് എസ്സേ ആണ്, which allows the amount of growth factor in a solution to be determined. ഈ ഗ്രോത്ത് റെസ്പോൺസ് എസ്സേ എന്തുവാണ്, ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ എത്രമാത്രം ഗ്രോത്ത് ഫാക്ടർ ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ എസ്സേ എങ്ങനെയാണ് ആ സംഭവം ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ it is based on the observation of amount of growth in a culture. ആ ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ എത്രമാത്രം ഗ്രോത്ത് ഉണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നല്ല എന്താണ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതിന് വേണ്ട ഗ്രോത്ത് ഫാക്ടേഴ്സ് അതിൽ പ്രസന്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഐഡിയലി ദ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഇസ്, അപ്പം നമ്മൾ എന്ത് ഡെറിവേഷൻ എടുക്കുക, ദ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗ്രോത്ത് ഫാക്ടർ. ഇവിടെ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഫാക്ടർ എന്നുള്ള ഒരു ഡെറിവേഷൻ നമുക്ക് കിട്ടും, റൈറ്റ്. Yeah. Yeah. നമ്മളെവിടെ എത്തി, നമ്മളിവിടെ എത്തി. Ideally, അത് പറഞ്ഞു ഇഫ് ദ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേഷൻ ഡബിൾസ്. അപ്പം നമ്മൾ അങ്ങനെ പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിപ്പം ഞാൻ പറയാം എൻ്റെ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആ ഗ്രോത്ത് ഫാക്ടറിന്റെ എമൗണ്ട് ഡബിൾ ആക്കി കൊടുത്ത്. സോ എന്തുമായിരിക്കും ആ ഒരു റിസൾട്ട്, അതിലുള്ള മൈക്രോബിയൽ ഗ്രോത്ത് എന്താവും, ഡബിൾ ആവും. ഫോർ എക്സാമ്പിൾ, ദ സ്പീഷീസ് ഓഫ് ദ ബാക്ടീരിയ ജീനസ് ലാക്ടോബാസിലസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് can be used in എന്താണ് microbial assay for vitamins and amino acids. Majority of the vitamins or amino acids ന്റെയും ബയോ എസ്സേക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് ജനേറയാണ് ഏത്, ബാസിലസും സ്ട്രെപ്റ്റോകോക്കസും. ഏതൊക്കെയാണ് ലാക്ടോബാസിലസ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. യെസ്, ദ അപ്രോപ്രിയേറ്റ് ബാക്ടീരിയം ഇസ് ഗ്രോൺ ഇൻ ബാക്ടീരിയ ആണ് എടുക്കുന്നത്. ആ ബാക്ടീരിയത്തിനെ നമ്മൾ ഒരു സീരീസ് ഓഫ് നമ്മൾ വളർത്തും, ഈച്ച് കണ്ടെയ്നിങ് മീഡിയ വിത്ത് excess amounts of all required components except the growth factor. ആ ഒരു കൾച്ചർ മീഡിയയുടെ പ്രത്യേകത എന്തായിരിക്കും, ആ സീരീസ് ഓഫ് കൾച്ചർ ട്യൂബ്സിലെ എല്ലാ ആയിട്ടുള്ള കമ്പോണൻസ് എക്സസ് എമൗണ്ട് ആ ഒരു ബാക്ടീരിയ കൂടുതൽ എമൗണ്ടിൽ കാണും, എക്സെപ്റ്റ് എന്താണ് ആ ഗ്രോത്ത് ഫാക്ടർ. ആ ഒരു ഗ്രോത്ത് ഫാക്ടർ വെച്ച് ബാക്കി എല്ലാം നമ്മൾ അളവിൽ വേണ്ടതിനേക്കാളും കൂടുതൽ എമൗണ്ടിൽ കൊടുക്കും. ആൻഡ് ഓരോ വെസലില് പല എമൗണ്ട് ഡിഫറെന്റ് എമൗണ്ട്സ് ഓഫ് ഗ്രോത്ത് ഫാക്ടർ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കർവിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് ബൈ പ്ലോട്ടിംഗ് ദ ഗ്രോത്ത് ഫാക്ടർ
quantity or concentration against the total extent of bacterial growth. അപ്പൊ നമ്മൾ പല ഗ്രോത്ത് ഫാക്ടറിന്റെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയാണ് the growth factor quantity or concentration against the total extent of bacterial growth against എന്തിന്റെയാണ് concentration of growth factor എന്ന് പറഞ്ഞിട്ടൊരു പ്ലോട്ടിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. The quantity of the growth bacteria, growth factor, quantity of the growth factor in a test tube is determined by comparing the extent of growth caused by unknown sample. എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാത്ത ആ ഒരു സാമ്പിളില് എത്രമാത്രം ഇത് വന്നിട്ടുണ്ട്, എന്താണ് എത്രമാത്രം എക്സ്റ്റെന്റ് ഓഫ് എന്താണ് ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഗ്രോത്ത് ഫാക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. മൈക്രോബിയൽ അസൈസ്, ഇതിലെ മൈക്രോബിയൽ അസൈസ് എന്താണ്, വെരി സ്പെസിഫിക് ആണ്, സെൻസിറ്റീവ് ആണ്, വെരി സിംപിളും ആണ്. ദേ സ്റ്റിൽ ആർ യൂസ്ഡ് ഇൻ ദ അസൈസ് ഫോർ സബ്സ്റ്റൻസ്. ഇങ്ങനെ ഒരു സാധനം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും നമ്മൾ ഈ ഒരു ബയോ അസൈ ഫോളോ ചെയ്യാറുണ്ട്. ലൈക്ക് വിറ്റാമിൻ B12 സ്റ്റിൽ എന്താണ് assays of substance like vitamin B12, biotin, despite advanced chemical assay techniques ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്തിനൊക്കെ, സബ്സ്റ്റൻസ് ലൈക്ക് വിറ്റാമിൻ B12 ഉണ്ടോ, ബയോട്ടിൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. റൈറ്റ്, യെസ്. On the other hand, the microorganisms പറഞ്ഞത് സ്പെസിഫിക് റിക്വയർമെന്റ് ഉള്ള മൈക്രോ ഓർഗാനിസം ആവശ്യകത, അതിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മനസ്സിലാക്കേണ്ട ആവശ്യം. ഇനി സെക്കൻഡ് എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസം ദാറ്റ് ക്യാൻ സിന്തസൈസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വിറ്റാമിൻ. ലാർജ് ക്വാണ്ടിറ്റീസ് ഒരു സബ്സ്റ്റൻസ് ലൈക്ക് വിറ്റാമിനെ ഒക്കെ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ലാർജ് ക്വാണ്ടിറ്റി അതിനെ സിന്തസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറ്റുക, ക്യാൻ ബി യൂസ്ഡ് ടു മാനുഫാക്ചർ ദീസ് കമ്പോണൻസ് ഫോർ ഹ്യൂമൻ യൂസ്. നമുക്ക് വിറ്റാമിൻസ് നമ്മൾ അതും ഇതും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സോ ആ ഒരു സാധനത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഉപയോഗിച്ചുകൂടെ. സെവറൽ വാട്ടർ soluble and fats used by produced partly or completely by using industrial fermentation. So അപ്പോൾ നമ്മൾ പറയാം ചില വിറ്റാമിൻസ് രണ്ട് ഇതിലുണ്ട്, ഫാറ്റ് സോളിബിളും ഉണ്ട്. ഈ ഫാറ്റ് സോളിബിളിലും കുറെ എണ്ണം, വാട്ടർ സോളിബിളിലും കുറെ എണ്ണം എന്താണ് പാർട്ട്ലി അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും യൂസ് ചെയ്യാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബൈ ഇൻഡസ്ട്രിയൽ ഫെർമെന്റേഷൻ വെച്ചിട്ടാണ് അവരിപ്പോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് എക്സാമ്പിൾ ഓഫ് സച്ച് വിറ്റാമിൻസ് ആൻഡ് റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിൻ എന്നൊക്കെ പറയുന്നത് ഫെർമെന്റേഷൻ വെച്ച് സിന്തസൈസ് ചെയ്യുന്ന നമുക്ക് കിട്ടും. പിന്നെ കോഎൻസൈം എ എവിടെ നിന്ന് വരുമെന്ന് വെച്ചാൽ എന്താണ് ബ്രവി ബാക്ടീരിയ, യെസ് അങ്ങനെയാണ് അതിന് പറയുന്നത്. B12, വിറ്റാമിൻ B12ന്റെ കാര്യം പറയുന്നത് മൈസീസ് വരും, സ്ട്രെപ്റ്റോമൈസീസ്, സ്യൂഡോമോണാസ് ഒക്കെ വരും. വിറ്റാമിൻ സിയുടെ ഗ്ലൂക്കോണോബാക്ടർ, കോർണിബാക്ടീരിയം, ഇവരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും, വിറ്റാമിൻ സി കിട്ടും. റൈറ്റ്. ബീറ്റ കാരറ്റിൻ വേണമെങ്കിൽ നമുക്ക് ഡ്യൂനാലില, പിന്നെ വിറ്റാമിൻ ഡി സാക്കറോമൈസിസ്, വിറ്റാമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മേ ബി നോട്ട് ഇൻ ഇന്ത്യ, എന്താണ് ഇന്ത്യയുടെ കൺട്രീസിലോട്ട് പോകുമ്പോഴും യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ നമുക്ക് സാക്കറോമൈസിസ്, വിറ്റാമിൻ ഡി ഇൻഡസ്ട്രിയൽ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. നമുക്കൊരു എന്താണ് എക്കണോമി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഹ്യൂജ് എന്താണ് നമുക്ക് വിറ്റാമിൻ സിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിറ്റാമിൻ B12നെ പറ്റുന്നുണ്ട്, ബീറ്റ കാരറ്റിനെ പറ്റുന്നുണ്ട്, വിറ്റാമിൻ ഡിയെ പറ്റുന്നുണ്ട്, റൈബോഫ്ലേവിനെ പറ്റുന്നുണ്ട്, കോഎൻസൈം എയെ പറ്റുന്നുണ്ട്. റൈറ്റ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, നമ്മളെ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ ബേസിസിൽ മനസ്സിലാക്കി ഇന്ന ഓർഗാനിസത്തിന് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. സോ നമ്മൾ അവരുടെ ഗ്രോത്ത് ഫാക്ടർ മനസ്സിലാക്കി അവരെ വളർത്തും. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. റൈറ്റ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഗ്രോത്ത് ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ്. നത്തിങ് മച്ച് ഇസ് ദെയർ, വെരി സിമ്പിൾ. റൈറ്റ്. ഇനി അടുത്ത എന്ന് പറയാൻ പോകുന്നതാണ് അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസ് ബൈ ദ സെൽ. എങ്ങനെയൊക്കെ അപ്ടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളപ്പം പറഞ്ഞിരുന്നു. പ്രോട്ടീൻസ് ഉണ്ട്, മെംബ്രെയിൻ കാരിയർ പ്രോട്ടീൻസ് വഴി പ്ലാസ്മ മെംബ്രെയിൻ, റൈറ്റ്, യെസ് മെക്കാനിസംസ് ആണുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലയോ. സോ അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്.
Right. ഏതാ plasma membrane കൂടെ ട്രാൻസ്പോർട്ട് ചെയ്തു. Yeah, we have finished the first, second, now we are moving to the third, and we have this thing and this thing. This thing and this thing is so simple. So simple എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാനായിട്ട് is very simple. Right.